നമ്മളെ ഒരു തത്ത ഈ താത്തന്റെ ട്രീറ്റ് ആണ്. ഫാമിലിയിലുള്ള കുട്ടികളാണ് ഗൈസ്. ഇത് ഒരാളും കൂടി ഹായ് ഹലോ. അപ്പൊ എത്ര കാലത്തിന് ശേഷം എന്നറിയാം നമ്മൾ കൊറേ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് ഇടാനുള്ളൊരു സിറ്റുവേഷൻ വന്നില്ല. അപ്പൊ കൊറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നാട്ടിലെത്തിയതിനു ശേഷം നമ്മൾ ഇതുവരെ ലോങ് വീഡിയോസ് ഇട്ടില്ല. അപ്പം നമ്മളടുത്ത് കുറേ പേര് ചോദിക്കലുണ്ട് എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇടാത്ത, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോമ്പൊക്കെ അല്ലേ, നോമ്പ് ഇന്ന് എത്ര 23 24 അങ്ങനെ ഉണ്ടല്ലേ. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു നോമ്പ് തുറക്ക് പോവാണ്. നോമ്പ് തുറല്ല, നോമ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഫുഡ് അടിക്ക് നമ്മളെ ഇത്താത്തൻ്റെ വക ചെറിയ ട്രീറ്റ് ഉണ്ട്. ഓരോ ആനിവേഴ്സറിന്റെ ട്രീറ്റ് അല്ലേ, കുറെ കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നെങ്കിലും. അപ്പൊ നമ്മൾ ഇന്ന് അതിന് പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ അങ്ങ് ചെയ്താലോ, എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാല്ലാ ചെയ്യായിരിക്കും അല്ലേ. അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം നമുക്ക് ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതാര ഫാമിലിയാണ്, മറ്റേതാര ഫാമിലിയാണ്, ഇതാരാണ് അതാരാന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇപ്പം ഇവൻ്റെ വീട്ടിൽ നിന്നാട്ടോ പോകുന്നത്, ഇവൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിന്ന് ഇവൻ്റെ ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. അപ്പം നമുക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടാം. നമ്മൾ പോവാണ് ഗൈസ്. കമോൺ. അപ്പം നമ്മൾ എവിടെയൊക്കെ പോകുന്നത്? കോഴിക്കോട് ബീച്ചില് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ഫുഡ് പോലെ വയറ് നിറച്ച് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അടിക്കണല്ലേ. യെസ്, ഒരു ആനിവേഴ്സറി ട്രീറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ബീച്ചിലേക്കാട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് ബീച്ചിൽ എത്തിയിട്ട് ഇപ്പൊ ഇവിടുന്ന് മക്കളെയൊക്കെ പെറുക്കി കൂട്ടി, പിന്നെ മറ്റേ താത്ത 2 താത്തമാരുണ്ട്. അപ്പൊ ഒരു താത്ത ഇവിടെ ഉണ്ട്, ഒരു താത്ത വേറെ ഓളെ വീട്ടിലാണ്. അപ്പോൾ ഓരങ്ങോട്ടെത്തും. അപ്പൊ എല്ലാവരും കൂടെ എത്തിയിട്ട് നമ്മള് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം മക്കളെല്ലാവരും ഇവിടെ പെറുക്കി കൂട്ടി നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിക്കാം. അപ്പം ബീച്ചിലേക്ക് പോവാം ഗൈസ്. ബീച്ചിലെത്തി. അപ്പം തന്നെ നല്ല മഴയാണല്ലോ. നമ്മൾ ഫാമിലി മൊത്തം കോപ്പർ കിച്ചൻ്റെ അവിടെ കയറി നിൽക്കുകയാണ്. നമ്മൾ മഴത്ത് അങ്ങോട്ട് പോകാല്ലേ. നമ്മൾ ബീച്ചിലെത്തിയപ്പോഴേക്ക് നല്ല അടിപൊളി മഴയായിരുന്നേ. അങ്ങനെ നമ്മൾ ഇതാ അവിടെയുള്ള കോപ്പർ കിച്ചൻ്റെ മുന്നിൽ കുറച്ചു നേരം കയറി നിന്നു. ഒരു ഈ താത്തന്റെ ട്രീറ്റ് ആണ്. രണ്ടാമത്തെ മൂത്ത താത്ത വരുന്നത് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഉമ്മ. താത്തന്റെ മോന് ഒരു ചോട്ടയും കൂടെ ഉണ്ട്. മറ്റേ താത്തനെ വെയിറ്റ് ചെയ്യാല്ലേ നമ്മള്. അപ്പോൾ പിന്നെ കോപ്പർ കിച്ചണിൽ കയറിക്കൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാൻ തോന്നുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു ട്രീറ്റ്, എനിക്ക് തോന്നുന്നു ഞങ്ങളെ ട്രീറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ആനിവേഴ്സറി ട്രീറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കോപ്പർ കിച്ചണിൽ കിട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂത്തത്താത്ത വിളിക്കുന്നുണ്ട്, നിങ്ങൾ സൂഫി മന്തിയിലേക്ക് വന്നോളേ, നമുക്ക് അവിടെ പോകാമെന്ന് ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരെയും കൂട്ടി ഇങ്ങനെ സൂഫി മന്തിയിലേക്ക് വിട്ടേ. സൂഫി മന്തിയിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഫാമിലിയിൽ മന്തി അടിക്കാൻ വരുന്ന ഇത് നമ്മളെ ഒരു താത്തന്റെ മോള് അല്ലേ കേട്ടോ. നമ്മളെ മൂത്ത താത്തന്റെ മോളാണ്. ഇതാണ് നമ്മളെ മൂത്ത താത്ത. കുട്ടികളെ മനസ്സിലാണ്. ഇതാണ് മൂത്ത താത്തന്റെ മൂത്ത മോള്. ഇവളൊരു വ്ളോഗറാണ്. ഇവള് ആരാണ് ഞാനെന്ന് ഇന്റെ ആരാണ് ഹയാന്ന് ചോദിച്ചാൽ എനിക്ക് കുറെ കമന്റ് വരുന്നുണ്ട്. എന്റെ ആരാണ് ഇത് ഞങ്ങളെ താത്തന്റെ മോളാണ് അല്ലേ. രണ്ടാമത്തത് പിന്നെ ഒരു ചോട്ടയും കൂടെ ഉണ്ട്. ഓക്കെ, ഫാമിലിയിലുള്ള കുട്ടികളാണ് ഗൈസ്. ഇത് ഒരാളും കൂടി കൊണ്ടുവരാൻ പറ്റൂല. ഇത് നമ്മളെ മൂത്ത താത്തന്റെ മോളാണ്. ഇത് ഓളെ താത്ത അല്ലേ, എന്റെ മൂത്ത താത്തന്റെ ഫസ്റ്റ് മോളാണ്. ഇത് ഹെസ, വ്ളോഗർ അല്ലേ. എന്റെ പേജ് പറഞ്ഞു കുട്ടി വ്ളോഗറാ. സ്റ്റോറീസ് ഓഫ് ഹെസ ഹയ എന്നുള്ള പേജ് ഉണ്ട്. ഓക്കെ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലേ. ഇത് ഷയാന്, എന്റെ രണ്ടാമത്തെ താത്തന്റെ മോനാണ്. എന്റെ അമ്മന്റെ ട്രീറ്റ് ആണ്. ഇത് എന്റെ രണ്ടാമത്തെ താത്തന്റെ രണ്ടാമത്തെ മോന്. ഇനി ഒരാളും കൂടി ഒരു ചോട്ടാപ്പി നമ്മള് കാണിച്ചത്. ഇനി ഒരു ചോട്ടയും കൂടെ മഴ ചാറിനെ കൊണ്ട് ഓളെ പുറത്തേക്ക് ഒരു വയസ്സായിട്ടുള്ളൂ. 5 കുട്ടികളാണ് ടോട്ടൽ. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കുന്നവരെ എല്ലാവരെയും കാണാം. ഈ കാണുന്നത് എൻ്റെ മൂത്ത താത്തയും ഹസ്ബൻഡാണ്. ഈ ഹസ്ബൻഡിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തായാലും പരിചയം ഉണ്ടാവും. ഫുഡി റാഷ് എന്നാണ് പേര്. അപ്പം ഞങ്ങൾക്കൊക്കെ കുറേ കമൻറ്റ്, എനിക്കൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഫുഡി റാഷ് എൻ്റെ ആരാന്നൊക്കെ ചോദിച്ചിട്ട്. അത് നമ്മളെ താത്തൻ്റെ ഹസ്ബൻഡാട്ടോ, അതായത് സാലിൻ്റെ താത്തൻ്റെ ഹസ്ബൻഡാണ് ഫുഡി റാഷ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം.
നമ്മളെ കുഞ്ഞുമോള് ഇവളെ ഉറങ്ങിപ്പോയി. കുടുംബോളാണ് നമ്മളെ കുടുംബോള്, ഇവളെ ഉറങ്ങിപ്പോയി. അങ്ങനെ അത്യാവശ്യം കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം കേട്ടോ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോഫി മന്തി നമ്മളെ കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാം. സോഫി മന്തി കുറച്ച് തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ മന്തി തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ മന്തിയിൽ അൽഫാംസ് ഓരോന്നോരോന്ന് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോരുത്തർക്ക് എന്തൊക്കെ സംഭവങ്ങൾ വേണമെന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഹണിയും പെരിപെരിയും അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ ഹണിയും അതുപോലെ തന്നെ നമ്മളെ നോർമൽ അൽഫാം പോലത്തെ ഏതൊരു അൽഫാം മാത്രമേ ഉള്ളൂ. ഷവായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ നോർമലാ ഉള്ളത്. സൂഫി മന്തിയിൽ മന്തി കഴിക്കാൻ വന്നാണ്. കുറേ കാലമായി വന്നിട്ട് ഭയങ്കര തിരക്കാണ്. ബീഫ് മന്തിക്ക് വന്നാണ്, ബീഫില്ല. പിന്നെ ഷവായ അതേമാതിരി നോർമൽ മന്തിയെ കഴിക്കല് അതും ഇല്ല ഇവിടെ. പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്? മന്തി കഴിക്കാൻ. നമ്മളെല്ലാവരും കുറച്ചൊന്ന് മീൻസ് ശോകത്തിലായിട്ട് നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. പക്ഷെ ഇവിടെ ആകെ ഹണിയും നോർമലായിട്ടേ ഉള്ളായിരുന്നു. അപ്പം എന്തായാലും അത് വെച്ച് അങ്ങോട്ട് ഒപ്പിച്ച്. എനിക്ക് ഇന്ന് എക്സാം കഴിഞ്ഞ് ഇവൾക്ക് 2 നാളെ എക്സാം ഉണ്ട്. അതിന്റെ സന്തോഷം. എന്തായാലും നമ്മളെ ഹെൽത്തിൻ്റെ ഒരു മൈൻഡ് വെക്കണേ. ഓക്ക് ഇന്ന് എക്സാം കഴിഞ്ഞു, അപ്പോൾ ബാക്കിയുള്ള 2 കുട്ടിക്കും എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നമുക്ക് കൂടുതൽ. അതായത് ഓള് ഫ്രീ ആയി, മറ്റൊക്കെ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ഉണ്ടാവില്ല. നമുക്കുണ്ടല്ലോ അല്ലേ ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു സംഭവം. നമ്മൾ ഫ്രീ ആയി അപ്പുറത്ത് മീൻസ് നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ എക്സാം ഉണ്ടെങ്കിൽ എന്തോ ഒരു മനസ്സുഖ ആ സമയത്ത് കിട്ടലുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നമ്മളെ മന്തി എത്തി ഗൈസ്. മന്തി അങ്ങനെ അപ്പു കേസ് അപ്പം നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫാമിലീൻ്റെ അവസ്ഥ കേട്ടോ. നമുക്ക് എപ്പോൾ ഫുഡ് ഇങ്ങനെ മീൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളൊരു കാടാമ്പൂച്ചൻ്റെ ഒരു സ്വഭാവമാണ് കാണിക്കുക. നമ്മൾ തന്നെ നമ്മളെ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ വിളിക്കുന്ന പേരാണ് കാടാമ്പൂച്ചയിൽ നിന്ന്. ഫുഡ് കണ്ടെങ്കിൽ അപ്പം അങ്ങോട്ടെങ്കിലും മറിയുന്ന ഒരു സ്വഭാവമാണ് നമ്മളതൊക്കെ. അപ്പം എന്തായാലും നമ്മളെന്തായാലും അടിപൊളിയായിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. എല്ലാവരും മാരിപ്പടിയുടെ തിരക്കിലാണ്. എല്ലാരും ഇതാ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇഷ്ടായോ? എന്തായാലും ഇപ്പം സമയം ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത്തായത്തിനും കൂടെ കണ്ടിട്ടുള്ള രീതിക്ക് നല്ല രീതിക്ക് വെട്ടാനുള്ള ഒരു പുറപ്പാടാണ് എല്ലാവരും. അത്തായം കൂടെ നമുക്ക് ഇതിലങ്ങോട്ട് ആക്കണം എന്നുള്ള രീതിക്ക്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മീൻസ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഹണി അൽഫാമും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ഇത്താത്തക്ക് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്താത്തൻ്റെ ഈ ഒരു ഫാമിലിയിൽ ഒരാളെ കുറവുണ്ട് കേട്ടോ. അതായത് ഇത്താത്തൻ്റെ ഹസ്ബൻഡ് നമ്മൾ പാപ്പാന്നാണ് വിളിക്കൽ. മീൻസ് ഇത്താത്തൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം ഒരു ഗൾഫിലാണ്, ദുബായിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ആനിവേഴ്സറിൻ്റെ ട്രീറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനിവേഴ്സറി സമയത്ത് കാക്ക ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മീൻസ് ആ സമയത്ത് പെട്ടെന്ന് നോമ്പായി. അപ്പം നമുക്ക് ട്രീറ്റും കാര്യങ്ങളും കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ആനിവേഴ്സറിൻ്റെ ട്രീറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും മൂപ്പര് ഇവിടെ ഇല്ല. അപ്പം മൂപ്പര് ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് നമ്മളെന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മന്തിയുടെ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മൂത്തത്താത്തൻ്റെ ഏറ്റവും ചെറിയ മോളിട്ടോ. നമ്മളെ കുടുവാമ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അവൾ എണീറ്റുണ്ട് കേട്ടോ. നമ്മളെ മോളാണോ എന്ന് ചോദിച്ചു. നമ്മളെ താത്തൻ്റെ മോളാണ്. നമ്മളെ മോളാണോന്ന് കുറെ ആൾക്കാർ ചോദിച്ചു. നമ്മളെ മോളല്ല, നമ്മളെ താത്തന്റെ ഇളയ മോളാണ്. മൂത്ത താത്തന്റെ ഇളയ മോള്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കഴിച്ചതൊന്ന് ദഹിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഒരു ഐസ് കഴിച്ചാലോ എന്നുള്ളൊരു പുതിയ. ഇപ്പം ഏകദേശം സമയം ഒരു 11-12 മണി ആവാനായിരിക്കുന്നു കേട്ടോ. നട്ടപ്പാതിര സമയമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഐസും കൂടെ കഴിച്ചാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിവിടെ ബീച്ചിൽ തന്നെയുള്ള പെന്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നമ്മൾ ഐസ് കഴിക്കാൻ കയറിയേക്കാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ 5 രൂപ മുതൽ ഈ 10 രൂപ 15 രൂപ അങ്ങനത്തെ ഐസുകളെല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാമല്ലോ. നമ്മളെ പണ്ടത്തെ കുട്ടികൾ
കുട്ടികളെ മാതിരി നമുക്കിങ്ങനെ വാങ്ങിച്ച് കഴിക്കാം. നമ്മളെല്ലാവരും നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫ്ലേവേഴ്സൊക്കെ ഗ്രേപ്പ്, മാംഗോ, പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലേവേഴ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളെ മൂത്തെത്താത്ത നമ്മളാരും കാണാനുണ്ട്. അപ്പം തന്നെ മറ്റൊരു ബൊട്ടീക്ക് ഉണ്ടായിരുന്നു, അവിടെ പോയി ഇങ്ങനെ ചുരിദാറും ഡ്രസ്സും വാങ്ങിച്ചിട്ട് വന്നിട്ടോ. താത്തൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തന്നെ. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞാണ് വന്നത്. പ്രശ്നം ഇതൊന്നുമല്ല. അപ്പം താത്തൻ്റെ മൂത്ത മോൾ ഇത് കണ്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഓക്കും ഒരു ഡ്രസ്സും കൂടെ വേണമെന്നുള്ളത്. താത്ത പിന്നെ ഭീഷണിയായിരുന്നു കേട്ടോ. ഒക്കെ എത്തിയില്ലെങ്കിൽ അവൾ ട്യൂഷൻ ക്ലാസ്സിൽ ചേരാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിരുന്നു. ഈ കുട്ടികളെ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു രക്ഷയില്ല അല്ലേ. എല്ലാവരും ഐസ്ക്രീം തീറ്റയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഉമ്മ. അപ്പോൾ ഇത് ആരുടെ ഉമ്മയാന്നൊക്കെ ചോദിച്ചിങ്ങനെ കുറേ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഇത് എൻ്റെ ഉമ്മയാണോ അല്ലെങ്കിൽ സാലിക്കാൻ്റെ ഉമ്മയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് സാലിക്കാൻ്റെ ഉമ്മയാണ്. ഇത് ഫുള്ളായിട്ട് സാലിക്കാൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളെ കുടുംബേബി അല്ലേ. നമ്മളെ കുടുംബം എന്താണ്, നമ്മളെ ഉറക്കത്തിലായിരുന്നു ഗൈസ്. ഉറങ്ങി എണീറ്റിട്ടാണ്. ടാറ്റ പറയുന്നാല് ടാറ്റ പറയാ. അപ്പൊ ഇതാണ് നമ്മളെ ഇളയസൻ. ഇത് നമ്മളെ കുട്ടിയാണെന്ന് കുറെ ആൾക്കാർ നമ്മളെ മോളാണ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ മൂത്ത താത്തന്റെ മൂന്നാമത്തെ മോള് അല്ലേ. ഇവര് പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാം. മന്തി തിന്നാൻ ചെയ്യാനല്ലടി. മന്തി തിന്നാൻ എന്നെ കൂട്ടാണ്ട് നമ്മള് മന്തി തിന്ന്. എന്നെ കൂട്ടാണ്ട് മന്തി നമ്മള് കൂട്ടുക. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ താത്തയും മക്കളൊക്കെ അവരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ വീട്ടിലേക്കും പോവുകയാണ്. ഏകദേശം 12:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി പത്തായത്തിലൊക്കെ എനിക്ക് ഒരു ടാസ്ക് തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും ഓക്കെ, നമ്മൾ വിട്ടു പോവാണ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനി വേറൊരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.